ഹലോ, ഇന്നൊരു നാടൻ ചിക്കൻ കറി എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമുള്ള ഉള്ളി, വെളുത്തുള്ളി, തക്കാളി, ഇഞ്ചി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം അതുപോലെ തക്കാളി വേണ്ടിയവർക്ക് മാത്രം ചേർക്കാം, ഓപ്ഷണലാണ്. തേങ്ങാക്കൊത്ത് ചേർത്താലും നല്ലതാണ്. അതുപോലെ ചിക്കൻ കഴുകി വെച്ചതിലോട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, 2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ ഉപ്പ് ഇട്ട് അടുപ്പിലോട്ട് വെക്കുവാണ്, ഉപ്പി പറ്റിക്കാൻ വേണ്ടി. അടുപ്പ് കത്തിച്ച് അതിൽ വെച്ചു. കാരണം അത് നല്ലോണം സെറ്റാവണം. അപ്പോഴത്തേക്ക് അതിലേക്ക് ഇച്ചിരി കരിയാപ്പലയും പാകത്തിനുള്ള ഇച്ചിരി ഉപ്പൂടിട്ട്, കുറച്ച് ഉപ്പൂടിട്ട് നല്ലോണം ചിക്കൻ ഉപ്പി പറ്റിക്കാൻ വെച്ച് അതിലോട്ട് മിക്സ് ചെയ്ത് ഇളക്കി ഉപ്പി പറ്റിക്കാൻ വേണ്ടി വെച്ചിരുന്നു. നല്ലോണം അത് യോജിക്കണം. അപ്പോഴത്തേക്ക് ഞാൻ ഗ്യാസിൽ എണ്ണ ചൂടാകാൻ വെച്ചു. അപ്പോഴത്തേക്ക് പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ എടുത്ത് വെച്ചു. എണ്ണ ചൂടായതിലോട്ട് ആവശ്യത്തിന് കടുക്, അതുപോലെ ജീരകമൊക്കെ ഇട്ട് പൊട്ടിച്ചു. പൊടികളെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കടുകും ജീരകവും കൂടെ പൊട്ടിച്ച് കഴിഞ്ഞ് അതേ എണ്ണയിൽ തന്നെ ഉള്ളി, അതുപോലെ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം അരിഞ്ഞു വെച്ചത് ഇട്ട് നല്ലോണം വഴറ്റി കിട്ടണം. അത് ഇച്ചിരി പാകത്തിന് ഉപ്പ് അത് ഈ വഴറ്റുന്നതിലൂടെ ഇടുവാണെങ്കിൽ നല്ലതാണ്. കാരണം ഓൾറെഡി ചിക്കന് ഉപ്പിടുന്നുണ്ട്. അപ്പം ഈ വഴറ്റുന്നതിലൂടെ ഉപ്പിടുവാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്ത് യോജിച്ചു. അപ്പോഴത്തേക്ക് ചിക്കൻ വാങ്ങി അപ്പുറത്തെ അടുപ്പേ വെച്ചു. കാരണം അത് ഉപ്പി പറ്റിച്ചത് വെന്തിട്ടുണ്ട് ഒരുവിധം. അപ്പോഴത്തേക്ക് ഈ ഗ്യാസിൽ നിന്ന് മാറ്റി ഞാൻ ഉള്ളി വഴറ്റാൻ വേണ്ടി അടുപ്പേ വെച്ചു. ഉള്ളി നല്ലോണം വഴന്ന് അതിൻ്റെ കളറ് മാറുമ്പോഴത്തേക്ക് പൊടികൾ, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇറച്ചി മസാലയും എല്ലാം കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഇളക്കണം. കാരണം അതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഇളക്കി കഴിഞ്ഞ് ആവശ്യത്തിനുള്ള പാകത്തിനുള്ള വെള്ളം നല്ലോണം ഒഴിക്കണം. എന്നിട്ട് അത് ഇളക്കി ഗ്രേവി ആവുന്നിടം വരെ നല്ലോണം ഇളക്കി ഇതാവണം. അപ്പോഴത്തേക്ക് അതിലേക്ക് തിളച്ച് വരുന്നുണ്ട് ഗ്രേവി. അപ്പോഴത്തേക്ക് കായപ്പൊടി ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ കായപ്പൊടി ഇട്ട്, കായപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ആ ഗ്രേവി ഒന്നുകൂടെ ഇളക്കി സെറ്റാക്കി. അപ്പോഴത്തേക്ക് പുറത്ത് നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് ആ ഗ്രേവിയിലോട്ട്, ചിക്കനിലോട്ട് ആ ഗ്രേവി ഒഴിച്ചു കൊടുത്ത് ചിക്കനും ഗ്രേവിയും കൂടെ നല്ലോണം സെറ്റാക്കി ഇളക്കുവാണ്. അത് കഴിഞ്ഞ് അടുപ്പിലോട്ട് ഇപ്പം ആ ഉള്ളി വെച്ച അടുപ്പിൽ തന്നെ ചിക്കനും ഗ്രേവിയും കൂടെ എടുത്ത് വാങ്ങി വെച്ചു. കാരണം ഇനി ചിക്കൻ വെന്ത് കിട്ടണം. അപ്പോൾ അടപ്പടച്ച് കുറേ നേരം വേവിക്കണം. അപ്പം നല്ലോണം ചിക്കൻ വേകാറാവുന്നു. ചിക്കൻ അവസാന ഘട്ടത്തിലേക്കാണ്. നല്ല നാവിൽ കൊതിയേറും നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ വെട്ടിത്തിളയ്ക്കുവാണ് ചിക്കന്. അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ കേരള സ്റ്റൈൽ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ബൈ, സീ യു. ഓക്കെ.